ആണ്. ഓക്കെ, അതിൽ 113ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റെഫേഴ്സ് ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്തിനെ റെഫർ ചെയ്യുന്നു? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി ആണോ? അല്ല, ഹീറ്റാണ് ഒരു എനർജിയുടെ ഫോം. ഇറ്റ് ടെൽസ് ദി സ്റ്റേറ്റ് ഓഫ് ഹീറ്റ്, അല്ലേ? ഹീറ്റിൻ്റെ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അത് ശരിയാണ്. ഇറ്റ് ടെൽസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ്, അത് പറയുന്നില്ല. ഇറ്റ് ഈസ് മെഷേർഡ് ബൈ കലോറിമീറ്റർ, അല്ലേ? കലോറിമീറ്റർ ഉപയോഗിച്ചാണോ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? കലോറിമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഹീറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഹീറ്റ്? ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? കലോറി എന്ന് പറയുന്ന ഹീറ്റിൻ്റെ ഒരു യൂണിറ്റാണ്. ജൂളാണ് ഹീറ്റിൻ്റെ എന്ത് യൂണിറ്റ്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റും ഹീറ്റിൻ്റെ ഒരു യൂണിറ്റാണ്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റും ഹീറ്റിൻ്റെ ഒരു യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ, 1 gram ഓഫ് വാട്ടർ ടു 1 degree Celsius റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള. അങ്ങനെയാണെങ്കിൽ 1 കലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ്? 4.2 ജൂളാണ്. ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഈ BTU അല്ലേ, BTHU എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? BTHU എന്ന് പറയുന്നതാണ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 BTHU എന്ന് പറഞ്ഞാൽ 252 കലോറിയാണ്. ദെൻ CHU എന്ന് പറഞ്ഞാൽ സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 1 CHU എന്ന് പറയുന്നത് 453.6 കലോറിയാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്? ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? കലോറിമീറ്റർ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ തെർമോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? തെർമോമീറ്റർ ടെമ്പറേച്ചറാണ്. പൈറോമീറ്ററോ ടെമ്പറേച്ചറാണ്. ബാരോമീറ്ററോ പ്രഷർ മെഷർ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒരുപാട് ടൈപ്പ് തെർമോമീറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ തന്നെ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി താഴെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ടൈപ്പ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഗ്യാസ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ -114 ഡിഗ്രി സെൽഷ്യസ് മുതൽ 75 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആൽക്കഹോൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപ് ടു 300 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എന്താണ്? മെർക്കുറി തെർമോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3000 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? 3000 ഡിഗ്രി സെൽഷ്യസ് വരെ. 3000 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 300 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരുന്നതിനെ പൈറോമീറ്റർ എന്ന് പറയുന്നു. ഇതിൽ തന്നെ റേഡിയേഷൻ പൈറോമീറ്റർ ഉണ്ട്. എന്താണ്? റേഡിയേഷൻ പൈറോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതിനകത്ത് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? റെഡ് ഹോട്ട് ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? റേഡിയേഷൻ പൈറോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ്? 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? വാല്യൂ 1 ആണ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഹീറ്റ് ഈസ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ഓഫ് ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്, അല്ലേ? അപ്പോൾ എന്ത് ടൈപ്പ് ഹീറ്റാണ്? അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്, ഹീറ്റ് ഗിവൺ ഓഫ് ചെയ്യുന്നതുകൊണ്ട് ഒരു സബ്സ്റ്റൻസിലേക്ക്, പക്ഷേ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല. അത്തരം ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 degree സെൽഷ്യസ്, അല്ലേ? 1 kilogram മാസ് 1 degree സെൽഷ്യസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് എന്താണ്? ദി ഹീറ്റ് ഗെയിൻഡ് ഓർ ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് ഡ്യൂറിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ആണല്ലേ. ഹീറ്റ്
അബ്സോർബ്ഡ് ഓഫ് ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് ഡ്യൂറിങ് എ ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്. അവിടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നു. ഒരു ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ്? അല്ലേ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റിൽ എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? അത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും അല്ലേ. ഓപ്ഷൻ നമ്പർ എ. നമ്മൾ പഠിച്ചതാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അത് ഫാരൻഹീറ്റിന് ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ 212. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. ഫാരൻഹീറ്റിന് ഇക്വലൻ്റ് ആകുമ്പോൾ എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഇത് നേരെ കെൽവിനിലേക്ക് വരുമ്പോഴോ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 373 കെൽവിൻ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിൻ. ഇപ്പോൾ കെൽവിനും ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ്. ശരിയല്ലേ? വാട്ട് ഈസ് ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ സ്കെയിൽ? കെൽവിൻ സ്കെയിലിൽ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അങ്ങനെ കെൽവിനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 0 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 273 കെൽവിൻ. കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡിഗ്രി സെൽഷ്യസിനെ പ്ലസ് 273 ആഡ് ചെയ്യും. ഓക്കെ, സോ ദ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഓപ്ഷൻ നമ്പർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് 45 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ഫാരൻഹീറ്റ്. 45 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ എന്താക്കുക? ഫാരൻഹീറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് സി എന്ന് പറയുന്നത് എന്താണ്? 5/9 ഇൻറ്റു എഫ് മൈനസ് 32 എന്ന് പറയുന്ന ഇക്വേഷനാണ് അല്ലേ. നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 45 ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32. നമുക്ക് ഈ 9നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 45 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 5f, 5 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5f മൈനസ് 5 ഇൻറ്റു 32 അല്ലേ. 32 ഇൻറ്റു 5 0116 160 അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 45 ഇൻറ്റു 9 എത്ര കിട്ടും നമുക്ക്? 45 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 405 എന്ന് കിട്ടി അല്ലേ. 405. സോ 405 ഈസ് ഈക്വൽ ടു 5f മൈനസ് 160. മൈനസ് 160 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? 405 പ്ലസ് 160 ആയി. ഈസ് ഈക്വൽ ടു 5f എന്ന് കിട്ടി അല്ലേ. 405 പ്ലസ് 160 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 405 പ്ലസ് 160 565 ഈസ് ഈക്വൽ ടു 5 ഫാരൻഹീറ്റ്. നമുക്ക് വേണ്ടത് ഫാരൻഹീറ്റ് അല്ലേ. ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ 565 ഡിവൈഡഡ് ബൈ 5. നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. 1 ടൈംസ് 3. ഓക്കെ, എത്ര കിട്ടി? 113 ഡിഗ്രി ഫാരൻഹീറ്റ്. മനസ്സിലായോ? ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഫാരൻഹീറ്റ് ആൻഡ് സെൻറ്റിഗ്രേഡ് തെർമോമീറ്റർ ഗീവ് ദി സെയിം റീഡിങ് അല്ലേ. ഫാരൻഹീറ്റും സെൻറ്റിഗ്രേഡ് തെർമോമീറ്ററും സെയിം റീഡിങ് വരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരിയല്ലേ? ദെൻ കൺവേർട്ട് -273 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു കെൽവിൻ അല്ലേ. നമുക്ക് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ എന്താക്കണം? കെൽവിനിലേക്ക് മാറ്റണം. നമ്മൾ ഏത് ഡിഗ്രി സെൽഷ്യസിനെയും കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള വാല്യൂ ഏതാണ് ഡിഗ്രി സെൽഷ്യസിൽ, അതിൻ്റെ കൂടെ 273 കൂട്ടുക. അപ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്തായി? 0 കെൽവിൻ. ആൻസർ 0 കെൽവിൻ. ഓപ്ഷൻ നമ്പർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വാല്യൂ ഇൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 20 ഡിഗ്രി ഫാരൻഹീറ്റ്? 20 ഡിഗ്രി ഫാരൻഹീറ്റിനെ നമ്മൾ അത് എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതി. സി ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു എഫ് മൈനസ് 32. ശരിയല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കണ്ടുപിടിക്കേണ്ടത്. അത് അവിടെ ഇട്ടു. 5/9 ഇൻറ്റു എഫിന് വരെ എത്ര കൊടുത്തു? 20 മൈനസ് 32. ഓക്കെ, 9നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 9c ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20 മൈനസ് 32. ഓക്കെ, ചെയ്യാണ്. 9c ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 20 എത്രയാണ്? 100 മൈനസ് 5 ഇൻറ്റു 32. 5 ഇൻറ്റു 32 എത്രയാണ്? 160. ശരിയല്ലേ? സോ 9c ഈസ് ഈക്വൽ ടു 100 മൈനസ് 120. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പോൾ എത്ര വരുന്നു? -60 എന്ന് പറഞ്ഞു അല്ലേ. സോ c ഈസ് ഈക്വൽ ടു -60 ഡിവൈഡഡ് ബൈ 9. നമ്മൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. 3 ടൈംസ് ഇവിടെ എത്രയാണ്? 20 ടൈംസ് അല്ലേ. 20 ഡിവൈഡഡ് ബൈ 3 -20 ഡിവൈഡ് ബൈ 3.
നമ്മൾ ചെയ്ത് നോക്കാം. 20 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. 20 ഡിവൈഡഡ് ബൈ 3. 3 എത്ര ടൈംസ് ആണ്? 6 ടൈംസ് 18 അല്ലേ. ദെൻ ബാലൻസ് 2 പോയിൻ്റ് കൊടുത്തു, വീണ്ടും 0 കൊടുത്തു. ദെൻ നമുക്ക് 6 ടൈംസ് 18, ദെൻ വീണ്ടും 0, 6.6 എന്നല്ലേ, -6.6. ഓപ്ഷൻ നോക്കിയേ, -6.67. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഡി ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ മെർക്കുറി തെർമോമീറ്റർ? മെർക്കുറി തെർമോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 300 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. നമ്മൾ പഠിച്ചാണ് ഇത്, ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ആദ്യം നോക്കിയാണ്. 300 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മെർക്കുറി ടെമ്പറേച്ചർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഈ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് നെയിം എന്താണ്? ബൈ മെറ്റാലിക് തെർമോമീറ്റർ ആണ്. ബൈ മെറ്റാലിക് തെർമോമീറ്റർ. ദെൻ which instrument is used to measure the temperature of red hot metals up to 3000 degree Celsius? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ് വരെ. ആരുടെ? റെഡ് ഹോട്ട് മെറ്റൽസിൻ്റെ. നമ്മൾ നോക്കിയതാണ് ഏതാണ്? റേഡിയേഷൻ പൈറോമീറ്റർ. റേഡിയേഷൻ പൈറോമീറ്റർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട്? ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ ഏതാണ്? കണ്ടക്ഷനാണ് അല്ലേ. നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്ക് ഈ ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ഒരു ലിങ്ക് അതിനകത്ത് ഫോർവേഡ് ചെയ്തേക്കാം. അതും നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കൈൻഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ബൈ ദി അപ്വേർഡ് ഫ്ലോ അല്ലേ. അപ്വേർഡ് ഫ്ലോയിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്ന ഏതാണ്? കൺവെക്ഷനാണ്. ഏതാണ്? കൺവെക്ഷനാണ്. നെക്സ്റ്റ്. വിച്ച് വൺ ഈസ് ദി റേഡിയേഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ? ഇതിൽ ഏതാണ് ഒരു റേഡിയേഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് അയൺ റോഡ് ഈസ് ഹീറ്റഡ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ആൻഡ് ദി ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദി അതർ എൻഡ്. ഒരു അയൺ റോഡിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ അതർ എൻഡിലേക്ക് വരുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴിയുള്ള അല്ലേ. അപ്പോൾ അത് ഏതാണ്? കണ്ടക്ഷനാണ്. ഓക്കെ, ഇതൊരു കണ്ടക്ഷനാണ്. ദെൻ കോൾഡ് വാട്ടർ ഗോസ് ടു ദി ബോട്ടം ഫ്രം ടോപ്പ് വൈൽ ഓൺ ഹീറ്റിംഗ് ദി വാട്ടർ അല്ലേ. നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ കോൾഡ് വാട്ടർ എന്ത് ചെയ്യും? ബോട്ടത്തിലേക്ക് വരുന്നു. അതുപോലെ ബോട്ടത്തുള്ളത് ഹീറ്റായത് നേരെ മുകളിലേക്ക് വന്നു. ഇത് ഏതാണ്? ത്രൂ ദി അപ്വേർഡ് ഫ്ലോ. നമ്മളിപ്പോൾ മുകളിൽ നോക്കിയ ക്വസ്റ്റ്യൻ്റെതാണ്. എന്താണ്? കൺവെക്ഷനാണ്. ശരിയല്ലേ. ഓൺ ഹീറ്റിംഗ് ഗ്യാസസ് ദി ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദി സറൗണ്ടിങ്സ്. ഇതും എന്താണ്? കൺവെക്ഷനാണ്. ഓക്കെ. ദെൻ ദി ഹീറ്റ് ഫ്രം സൺ ട്രാവൽസ് ത്രൂ ദി സ്പേസ് അല്ലേ. ഹീറ്റ് ഫ്രം സണ്ണിൽ നിന്ന് വരുന്നുള്ള ഹീറ്റ് അത് സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? റേഡിയേഷൻ എക്സാമ്പിൾ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി. ദെൻ വാട്ട് ഈസ് കോൾഡ് ഇഫ് ദി ലെങ്ത് ഓഫ് ദി സോളിഡ് എക്സ്പാൻഡ്സ് വെൻ ഹീറ്റഡ് അല്ലേ. ലെങ്ത് ഓഫ് ദി സോളിഡ്, ഒരു സോളിഡിൻ്റെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു ഹീറ്റ് ചെയ്തപ്പോൾ. ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്തിന് എക്സ്പാൻഷൻ വന്നു. അതിൻ്റെ ലെങ്തിന് എക്സ്പാൻഷൻ വരിക എന്ന് പറഞ്ഞാൽ അതിന് എന്തിനുള്ള വ്യത്യാസമാണ് വന്നത്? ലീനിയർലി ഉള്ള എക്സ്പാൻഷനാണ്. സോ ദ ആൻസർ ഈസ് ലീനിയർ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഏരിയയ്ക്കുണ്ടായ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴോ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിനുണ്ടായ എക്സ്പാൻഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഏരിയ എക്സ്പാൻഷൻ എന്ത് തന്നെയാണ്? സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന എക്സ്പാൻഷൻ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നാണ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് ഒറിജിനൽ ലെങ്ത് പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ? അതായത് നമ്മൾ ഈ നേരത്തെ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദി ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് ഒറിജിനൽ ലെങ്ത് പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴോ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷനാണ്. ഓക്കെ.
Then what is the unit of the coefficient of linear expansion? കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ യൂണിറ്റ് എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു T2 മൈനസ് T1 എന്നായിരുന്നു അതിൻ്റെ ഇക്വേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിൽ എന്ത് വരും? മീറ്റർ ആയിരിക്കും വരുന്നത്. മീറ്ററോ സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും അല്ലേ? ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. ഡിവൈഡഡ് ബൈ, കാര്യം മുകളിൽ മീറ്റർ വരും, തൊട്ട് താഴെ ഒറിജിനൽ ലെങ്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും, ശരിയല്ലേ? ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം ന്യൂമറേറ്ററിൽ മീറ്റർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ മീറ്റർ ഉണ്ട്. മീറ്റർ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു വാല്യൂ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. നമ്പർ ഡിവൈഡഡ് ബൈ ഡിഗ്രി സെൽഷ്യസ്. നോക്കിയേ, നമ്പർ ഡിവൈഡഡ് ബൈ ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ നമ്പർ എ, ശരിയല്ലേ? യൂണിറ്റ് അതല്ലേ വരൂ? ഓക്കെ. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ? 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്? 2 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ഓപ്ഷൻ നമ്പർ സി. കോയിഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ലീനിയർ എക്സ്പാൻഷൻ ആണ്.